ശ്രീ ജലീൽ പുന്നലൂർ, അങ്ങ് ഈ നേരത്തെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് അങ്ങ് പറഞ്ഞത് ഇവിടെ തൊഴിൽ തേടിയെത്തുന്ന ആളുകളെയെല്ലാം തീവ്രവാദികളുടെ ലേബലിൽ അങ്ങനെ ഉൾപ്പെടുത്തരുത് എന്നുള്ളതാണ്. അത് കൃത്യവുമാണ്. കാരണം യഥാർത്ഥ തൊഴിലാളികളെ ഈ നുഴഞ്ഞുകയറ്റക്കാരിൽ നിന്ന് വേർതിരിച്ച് നിർത്തേണ്ടത് അനിവാര്യമാണ്. അതിനുവേണ്ടി വളരെ കൃത്യമായ ഒരു സംവിധാനം വേണം. പക്ഷേ ആ സംവിധാനത്തിന് വിലങ്ങുതടിയാകുന്നത് ഇവിടുത്തെ ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് ആണ്. ഇവിടെ ന്യൂനപക്ഷ വോട്ടുകൾ വ്യാമോഹിച്ചുകൊണ്ട് മമത എന്താണോ ബംഗാളിൽ നടപ്പാക്കിയത് അതേ മാതൃക തന്നെ കേരളത്തിൽ കുറെ കാലങ്ങളായി നടപ്പാക്കുകയാണ്. ഇവരെ വോട്ട് ബാങ്കിന്റെ ഭാഗമാക്കുകയാണ്. നേരത്തെ ശ്രീ ഹരിദാസ് ചൂണ്ടിക്കാണിച്ചതുപോലെ സ്കൂളിലടക്കം ഈ നുഴഞ്ഞുകയറ്റക്കാരായ ആളുകളുടെ മക്കളെ ചേർക്കുന്ന ഒരു ഏർപ്പാട് ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ നുഴഞ്ഞുകയറ്റക്കാരെ വളരെ കൃത്യമായി വെളിച്ചത്ത് കൊണ്ടുവരികയും നമ്മുടെ രാജ്യത്തെ തൊഴിലാളികളെ ആ രീതിയിൽ പരിഗണിക്കപ്പെടുകയും ചെയ്തതിന് അങ്ങനെ ഒരു സംവിധാനം അനിവാര്യമല്ലേ? തീർച്ചയായിട്ടും. ഭാഷാന്തരങ്ങൾക്കപ്പുറം, സംസ്ഥാനത്തിൻ്റെ അതിർത്തികൾക്കപ്പുറം ആർക്കും എവിടെയും തൊഴിൽ തേടുക. എന്നാൽ തൊഴിൽ തേടി വരുന്നവരെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു പ്രൊപ്പഗണ്ട ഉണ്ടാക്കിയാൽ സ്വാഭാവികമായിട്ടും അതിനെ ചോദ്യം ചെയ്യപ്പെടേണ്ടതായിട്ട് വരും. ഇവിടെ നമ്മുടെ ഏറെ ബഹുമാനമുള്ള അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ സാറിൻ്റെ ആ പ്രഭാഷണമൊക്കെ ഞാൻ വളരെ ആസ്വദിക്കുകയായിരുന്നു. എനിക്ക് ചിരി വന്നുപോയി. അദ്ദേഹം പറയുന്നത് വർഗീയ ലഹളയുണ്ടാകാത്ത 14 വർഷങ്ങളാണ്. ഒരു തമാശയായിട്ട് എടുത്താൽ മതി, വീരപ്പനെ ചന്ദന മരത്തിൻ്റെ സംരക്ഷണ ചുമതലയുള്ള മന്ത്രിയാക്കിയാൽ പിന്നെ ചന്ദന മോഷണം ഉണ്ടാവില്ല. ആ രീതിയിൽ ഈ രാജ്യത്ത് ആരാണോ ഇത്ര കാലം വർഗീയ ലഹളകൾക്കും സംഘടനകൾക്കും നേതൃത്വം നൽകിയത്, അവർ അധികാരത്തിൽ വന്നതിൻ്റെ ഫലമായിട്ട് സംഘർഷം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒന്നുണ്ട്, 400-ലധികം നിരപരാധികളെയാണ് പശുവിൻ്റെയും പിന്നെ കാളയുടെയും പേരിൽ തല്ലിക്കൊല്ലപ്പെട്ടിട്ടുള്ളത്. അത് യൂട്യൂബിൽ കയറി ഒന്ന് കൗ UP എന്ന് അടിച്ചു കൊടുത്താൽ അത് മനസ്സിലാവും. പിന്നെ ഗോപാലകൃഷ്ണൻ സാറിനോട് ഒരു കാര്യം പറഞ്ഞോട്ടെ, നമ്മുടെയൊന്നും ദേശീയതയ്ക്ക് സർട്ടിഫിക്കറ്റ് തരാൻ താങ്കളെപ്പോലുള്ളവരായിട്ടില്ല. വളരെ വിനയത്തോടു കൂടി ഞാൻ പറയട്ടെ, 5ാമത്തെ വയസ്സിൽ എൻ്റെ വാപ്പ NMA ജമാഅത്തിൻ്റെ മദ്രസയിൽ കൊണ്ടുപോയി എന്നെ ചേർത്തതാണ്. എല്ലാ ദിവസവും രാവിലെ 1 മണിക്കൂർ മദ്രസ പഠനം നടത്തിയ ഒരാളാണ് ഞാൻ. ജനുവരി 26-ന് എൻ്റെ നെഞ്ചിൽ കുത്തിയതാണ് ഇന്ത്യൻ ദേശീയ പതാകയുടെ ബാഡ്ജ്. എൻ്റെ ഉസ്താദ് ആ മദ്രസയുടെ മുൻവശത്ത് നിന്നുകൊണ്ടാണ് ഇന്ത്യൻ ദേശീയ പതാക ഉയർത്തി രാജ്യ സ്നേഹവും അതുപോലെ തന്നെ ജനഗണനയും ഞങ്ങളെ പഠിപ്പിച്ചത്. താങ്കളോട് ഞാനൊന്ന് ചോദിക്കുന്നു, RSS കാര്യാലയത്തിൽ എന്നാണ് ദേശീയ പതാക ഉയർത്താൻ തുടങ്ങിയത്? ഒന്ന് മറുപടി പറയൂ. എന്നാണ് ഇന്ത്യൻ റിപ്പബ്ലിക്കിനെ നിങ്ങൾ അംഗീകരിച്ചത്? തീവ്രവാദത്തിനെതിരെ താങ്കൾ കോൺഗ്രസ്സിന് ക്ലാസ് എടുക്കുന്നുണ്ട്, അതിന് കോൺഗ്രസ് പ്രതിനിധിയാണ് മറുപടി പറയേണ്ടത്. ഫിദ്രൻവാലയെ പോലെ ഒരു കൊടും തീവ്രവാദി സ്ഥാപിച്ച അകാലിദളുമായിട്ട് 4 സീറ്റിനു വേണ്ടി സഖ്യം ചെയ്ത നിങ്ങൾ PDP അടക്കമുള്ളവർ ദേശീയ വിരുദ്ധ ശക്തികളുമായിട്ട് നോട്ട് ചെയ്ത് വെച്ചോളൂ.